ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമിക്സ് ട്യൂട്ടോറിയൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കാണ്. ഇതിനോടകം GSTയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. എന്താണ് രജിസ്ട്രേഷൻ, എന്തിനാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, GST വരുന്നതിന് മുമ്പ് ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സ് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. എക്സാമ്പിളാണ് എക്സൈസ് ഡ്യൂട്ടി, വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്, ദെൻ സർവീസ് ടാക്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിക്ക് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം, അതേപോലെ വാറ്റിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം, ദെൻ സർവീസ് ടാക്സിനും സെപ്പറേറ്റ് രജിസ്ട്രേഷനൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ GST വന്നതോട് കൂടിയിട്ട് ഇതെല്ലാം എന്തിലേക്ക് മാറി? GST എന്ന ഒരൊറ്റ ടാക്സ് സിസ്റ്റത്തിലേക്ക് മാറി. GST എന്ന ടാക്സ് സിസ്റ്റത്തിലേക്ക് മാറിയപ്പോൾ പിന്നെ ഒരൊറ്റ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അഥവാ ആക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റ് ടേൺ ഓവർ ആ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ലിമിറ്റിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്തരം എൻറ്റിറ്റീസ് അല്ലെങ്കിൽ അത്തരം പേഴ്സൺ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഓക്കെ, സോ GST രജിസ്ട്രേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ടാക്സ് പെയർ ഗെറ്റ് ഹിംസെൽഫ് രജിസ്റ്റേർഡ് അണ്ടർ GST. ഒരു ടാക്സ് പെയർ സ്വന്തമായിട്ട് GST പോർട്ടലിൽ പോയിട്ട് GST രജിസ്റ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി GST രജിസ്ട്രേഷൻ എന്നുള്ളത് പാൻ ബേസ്ഡ് ആണ്. പാൻ എന്താണെന്ന് നമുക്കറിയാം, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, ഇൻകം ടാക്സ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഒരു പാൻ ഉള്ള ഒരാൾക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കാം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് GSTIN കിട്ടും, അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. വൺസ് എ ബിസിനസ് ഈസ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്, എ യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ ഈസ് അസൈൻഡ് ടു ദം നോൺ ആസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ക്ലിയർ? ഈ GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളത് ഒരു 15 ഡിജിറ്റ് നമ്പറാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ആ രജിസ്റ്റേർഡ് പേഴ്സണിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു 15 ഡിജിറ്റ് നമ്പറാണ് GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. നമ്മൾ പറഞ്ഞു, ഒരു പാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ പാൻ ബേസ്ഡ് ആണ്, അതിന് പുറമേ സ്റ്റേറ്റ് ബേസ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഓപ്പറേറ്റിംഗ് ഫ്രം മോർ ദാൻ വൺ സ്റ്റേറ്റ്, then you will have to take separate registration for each state you are operating from. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലും, ആ 2 സ്റ്റേറ്റിലും, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റിലാണോ ഓപ്പറേറ്റ് ചെയ്തത് അവിടെയെല്ലാം നിങ്ങൾ രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ടും ചെയ്തിരിക്കണം. ഏതെല്ലാം സിറ്റുവേഷനിലാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ഡിഫറെൻറ്റ് രജിസ്ട്രേഷൻ സിറ്റുവേഷൻ. ഫസ്റ്റ് വൺ, ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു ബിസിനസ് എൻറ്റിറ്റി. അപ്പോൾ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുണ്ട് എങ്കിൽ ആ ഏതൊക്കെ സ്റ്റേറ്റിലാണോ ബിസിനസ് ചെയ്യുന്നത് അവിടെയെല്ലാം രജിസ്ട്രേഷൻ എടുക്കണം. ഫോർ എക്സാമ്പിൾ, എ ലിമിറ്റഡിന് തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കേരളത്തിലും എന്തുണ്ട്? 2 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡിന് ഒരു ബ്രാഞ്ച് തമിഴ്നാടും ഒരു ബ്രാഞ്ച് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കണം, അതേപോലെ കേരളത്തിലും ഒരു രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ഇവിടെ എ ലിമിറ്റഡിന് ഒരൊറ്റ പാനേ ഉള്ളൂ. ആ പാൻ ഉപയോഗിച്ചിട്ടാണ് എ ലിമിറ്റഡ് തമിഴ്നാട്ടിലും ബിസിനസ് ചെയ്യുന്നത്, അതേപോലെ കേരളത്തിലും ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം പാൻ ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലും രജിസ്ട്രേഷൻ എടുക്കണം. ക്ലിയർ? നെക്സ്റ്റ്, ഇൻ സെയിം സ്റ്റേറ്റ് ബട്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കിൾ. ഒരു കമ്പനിക്ക് ഒരു സ്റ്റേറ്റിൽ തന്നെ, സെയിം സ്റ്റേറ്റിൽ തന്നെ 2 ബിസിനസ് വെർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ
ആ രണ്ട് ബിസിനസ് വെർട്ടിക്കലിൻ്റെയും പാന് ഡിഫറെൻ്റ് ആണ് എങ്കിൽ ആ രണ്ട് ബിസിനസ് വെർട്ടിക്കലിനും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ഒരു എക്സാമ്പിൾ പറയാം. ടാറ്റ ലിമിറ്റഡ്, നമുക്കൊക്കെ അറിയാം ടാറ്റയ്ക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് ബിസിനസ് വെർട്ടിക്കലുണ്ട്. അപ്പോൾ ടാറ്റ എന്നുള്ളത് മഹാരാഷ്ട്രയിൽ ഉള്ള ഒരു കമ്പനിയാണ്, മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടാറ്റയ്ക്ക് മഹാരാഷ്ട്രയിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുണ്ട്, അതേപോലെ TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന കമ്പനിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിം സ്റ്റേറ്റിലാണ് ബട്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കിളാണ്. ഡിഫറെൻറ്റ് വെർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ഒരു വെർട്ടിക്കിളാണ്, അതേപോലെ TCS എന്നുള്ളത് മറ്റൊരു വെർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ അവിടെ ടാറ്റ മോട്ടോഴ്സിന് പാൻ നമ്പർ എന്താവും, ഡിഫറെൻ്റ് ആകും, അതേപോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ പാൻ നമ്പറും ഡിഫറെൻ്റ് ആകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റേറ്റിൽ തന്നെ, മഹാരാഷ്ട്രയിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കിളായിട്ടാണ് അവിടെ രണ്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കൽ ഉണ്ട് എങ്കിൽ ഈ രണ്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കലിനും എന്ത് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ഇനി സെയിം സ്റ്റേറ്റ് ബട്ട് വൺ വെർട്ടിക്കൽ. അപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റിൽ തന്നെ ഒരു വെർട്ടിക്കലുള്ളൂ, ബട്ട് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ ടാറ്റയുടെ കേസ് തന്നെ എടുക്കുക, ടാറ്റ മോട്ടോഴ്സ് ഈ ഒരൊറ്റ വെർട്ടിക്കൽ തന്നെ, പക്ഷേ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് 2-3 ബ്രാഞ്ച് എവിടെയുണ്ട്, മഹാരാഷ്ട്രയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 3. ഓക്കെ, അപ്പോൾ വൺ വെർട്ടിക്കൽ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ വെർട്ടിക്കൽ, ബട്ട് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട് എങ്കിൽ ഇവിടെ ഈ ടാറ്റ മോട്ടോഴ്സിനൊക്കെ എന്താവും, ഒരൊറ്റ പാൻ ആകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ മതിയാകും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാൻ ഉള്ളവർക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കാം. ഇനി ഒരു പാനാണ് ബട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാന്, ആ പാൻ ഉപയോഗിച്ചിട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് രജിസ്ട്രേഷൻ എടുക്കണം. ആ രണ്ട് സ്റ്റേറ്റിലും എവിടെയാണോ ബിസിനസ് ചെയ്യുന്ന സ്റ്റേറ്റ് അവിടെയൊക്കെ രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ഇനി ഒരൊറ്റ സ്റ്റേറ്റിലാണ് ബിസിനസ് ചെയ്യുന്നത്, പക്ഷേ അവിടെ രണ്ട് വെർട്ടിക്കൽ ഉണ്ടെങ്കിൽ അവിടെ രണ്ട് രജിസ്ട്രേഷൻ എടുക്കണം. ഇനി ഇതന്നെ വൺ സ്റ്റേറ്റിൽ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്, ഇവിടെ ഒരൊറ്റ വെർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുവാ മതി, ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇനി വൺ സ്റ്റേറ്റ് അതിൽ ഒരൊറ്റ വെർട്ടിക്കലുള്ളൂ, പക്ഷേ രണ്ടോ അതിൽ കൂടുതലോ ഓഫീസുകളുണ്ട്, ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഓഫീസിലെ ഒന്നിനെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആക്കുകയും മറ്റുള്ള ഓഫീസിനെയൊക്കെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ടും കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള അവിടെ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ആ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുക, ഒരൊറ്റ രജിസ്ട്രേഷൻ മതി. അപ്പോൾ ഒരു ഓഫീസിനെ മെയിനായിട്ട് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ടും മറ്റുള്ളതിനെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ. ആരൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ ലാബിളായിട്ടുള്ള വ്യക്തികൾ എന്നുള്ളതാണ് നോക്കുന്നത്. സെക്ഷൻ 22 പ്രകാരം താഴെ പറയുന്ന വ്യക്തികൾ രജിസ്റ്റർ ചെയ്യൽ കമ്പൽസറിയാണ്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ഇഫ് ദി അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ് ത്രഷോൾഡ് ലിമിറ്റ്. ഒരു വ്യക്തിയുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റിനേക്കാൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി രജിസ്ട്രേഷൻ ചെയ്യൽ കമ്പൽസറിയാണ്. അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഉണ്ട്, അഗ്രിഗേറ്റ് ടേൺ ഓവർ. അപ്പോൾ ആദ്യം എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം, എന്നിട്ട് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ ലിമിറ്റിൻ്റെ ബേസിസിലാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമാണോ അല്ലയോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന, അല്ലേ, ടോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ ടേൺ ഓവർ എന്ന് വിളിക്കാം. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡിൽ സെയിൽ ചെയ്ത് കിട്ടുന്ന എല്ലാ എമൗണ്ടിനെയും കൂടി കൂട്ടിയിട്ട് നമുക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയാം. എന്നാൽ CGST ആക്ട് പ്രകാരം അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ
The aggregated turnover means the value of all taxable supplies, exempt supplies, export of goods or service or both, and interstate supply having the same permanent account number on all India basis. അഗ്രിഗേറ്റ് ടേൺ ഓവർ മീൻസ് എല്ലാ ടാക്സബിൾ സപ്ലൈ അഥവാ GST ചാർജ് ചെയ്യുന്ന സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ. എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST ചാർജ് ചെയ്യാത്ത സപ്ലൈ ഉണ്ടാകില്ലേ അത്. അപ്പോൾ ടാക്സബിൾ സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈയും, അപ്പോൾ GST ചാർജ് ചെയ്യുന്ന സപ്ലൈയും ചാർജ് ചെയ്യാത്ത സപ്ലൈയും, ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഗുഡ്സോ സർവീസോ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും, ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ്, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടുക. അപ്പോൾ ഈ 4 സപ്ലൈ ഏതൊക്കെ? ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈ, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, ഇതൊക്കെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടും. എന്നാൽ ഇതെല്ലാം സെയിം പാനിലായിരിക്കണം, സെയിം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിലുള്ള അതിലായിരിക്കണം സപ്ലൈ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, ബട്ട് എക്സ്ക്ലൂഡ് സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെസ് ആൻഡ് ദ വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ ബൈ ദി റിസിപ്പിയൻ്റ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. ഇനി എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇനി എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ സെൻട്രൽ ടാക്സ് എന്ന് വെച്ചാൽ CGST, ആൻഡ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ് SGST ഓർ UTGST, ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ദാറ്റ് ഈസ് IGST. ഇനി എന്തെങ്കിലും സെസ് ഉണ്ടെങ്കിൽ അതും എന്തിൽ ഉൾപ്പെടില്ല? ഈ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൽ ഉൾപ്പെടില്ല. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഈസ് പേയബിൾ ബൈ ദി റിസിപ്പിയൻ്റ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. അപ്പോൾ റിവേഴ്സ് ചാർജ് ബേസിസിൽ ഇൻവാർഡ് സപ്ലൈസിന് റിസിപ്പിയൻ്റ് ടാക്സ് കൊടുക്കാനുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? ഒഴിവാക്കും. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ കൂട്ടിയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ആ എമൗണ്ടാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ അതിന് മുന്നേ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാൻ ബേസ്ഡ് ആണ്, നോട്ട് എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ബേസ്ഡ്. എന്ന് വെച്ചാൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പാൻ നമ്പറിൽ ടോട്ടൽ എത്ര ടേൺ ഓവർ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അഥവാ ഒരു എൻറ്റിറ്റി, ആ എൻറ്റിറ്റിക്ക് ഒരു പാൻ നമ്പർ ഉണ്ട്, അതിന് 2 ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ 2 ബ്രാഞ്ചസിൽ നിന്നും കിട്ടുന്ന ടേൺ ഓവർ അത് രണ്ടും കൂടി എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡിറ്റർമൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ലിമിറ്റഡ്, ഓക്കെ, എ ലിമിറ്റഡിന് 2 ബ്രാഞ്ചസ് ഉണ്ട്, A1 ആൻഡ് A2. ഈ A1ൽ എ ലിമിറ്റഡിന് ഒരൊറ്റ പാൻ നമ്പറേ ഉള്ളൂ, അതിന് 2 ബ്രാഞ്ചസാണ് A1 ഉം A2. അപ്പോൾ A1ൽ നിന്ന് 15 ലക്ഷം ടേൺ ഓവർ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് A2 എന്ന ബ്രാഞ്ചിൽ നിന്ന് 7 ലാക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ലിമിറ്റഡിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളത് എത്രയാകും? 22 ലാക്ക് ആകും. ക്ലിയർ? അപ്പോൾ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി പറയാം. എ ലിമിറ്റഡ് എന്നുള്ള ഒരു എൻറ്റിറ്റി ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആട്ട. ഓക്കെ, ഈ ആട്ട സപ്ലൈ ചെയ്യുന്നത് ഒരു വർഷത്തിൽ 1 ലാക്ക് റുപ്പീസിൻ്റെ ആട്ട സപ്ലൈ ചെയ്യുന്നു, പ്ലസ് അതിന് GST കൂടി കൊടുക്കുന്നുണ്ട് 12%. അപ്പോൾ ടോട്ടൽ 1,12,000. ഓക്കെ, ഈ ആട്ട സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? വീറ്റിൽ നിന്നാണ് അല്ലേ? ആട്ട ഉണ്ടാക്കുന്നത് വീറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ സപ്ലൈയും എ ലിമിറ്റഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീറ്റും എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീറ്റ് സപ്ലൈ ചെയ്യുന്നത് 50,000 രൂപയാണ്. അപ്പോൾ വീറ്റ് എന്നുള്ളത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. അഗ്രികൾച്ചറൽ സപ്ലൈസ് ഒക്കെ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇനി എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. എ ലിമിറ്റഡ് എന്തുണ്ട്? മറ്റുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 2 ലാക്കിൻ്റെ ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്.
പിന്നെ അതേപോലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് ഇന്ത്യയിൽ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് 50,000 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ടാക്സബിൾ സപ്ലൈയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എത്ര മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ? 1,12,000 ടോട്ടൽ വാല്യൂ എങ്കിലും 1 lakh മാത്രമേ എടുക്കുള്ളൂ. കാരണം എന്താണ്, CGSTയും SGST IGST ഒക്കെ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അതെടുക്കില്ല. അപ്പോൾ എത്ര എടുക്കുക? 1 lakh. ദെൻ അഗ്രികൾച്ചറൽ സപ്ലൈ, എക്സംപ്റ്റ് സപ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടും. എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടും. ദെൻ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ അതും. അങ്ങനെ ടോട്ടൽ 4 lakh നമ്മൾക്ക് കിട്ടി. എന്നാൽ ഈ എ ലിമിറ്റഡ് റിവേഴ്സ് ചാർജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവേഴ്സ് ചാർജ് ആകുമ്പോൾ അവിടെ ആരാണ് ടാക്സ് കൊടുക്കുക? റിസിപ്പിയൻ്റാണ് ടാക്സ് കൊടുക്കുക. അപ്പോൾ എ ലിമിറ്റഡ് ടാക്സ് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എ ലിമിറ്റഡ് വാങ്ങിയിട്ടുണ്ട്. അതിന് അപ്പോൾ ആരാ ടാക്സ് കൊടുത്തിട്ടുണ്ടാവുക? എ ലിമിറ്റഡ് ആകും ടാക്സ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എ ലിമിറ്റഡ് വാങ്ങിയിട്ടുള്ള റിവേഴ്സ് ചാർജിൽ എ ലിമിറ്റഡ് ഒരു 75,000 പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതിന് ടാക്സും പേ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 5,000 ടാക്സ് എ ലിമിറ്റഡ് പേ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ചാർജിൽ എ ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടുണ്ട്, 5,000 ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ചാർജിൽ ഇന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആക്ട് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനത്തെ ഗുഡ്സ് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ റിവേഴ്സ് ചാർജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സപ്ലൈ ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്നുള്ളത് 80,000 ആണ്. അപ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ എമൗണ്ടും കൂടി കൂട്ടിയപ്പോൾ 4 lakh കിട്ടി. അതിൽ നിന്ന് റിവേഴ്സ് ചാർജിൽ ഉള്ളത് എന്ത് ചെയ്യണം, ഒഴിവാക്കണം, എക്സ്ക്ലൂഡ് ചെയ്യണം. സോ 80,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ളത് എത്ര വരിക? 3,20,000 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഒഴിവാക്കി? റിവേഴ്സ് ചാർജിലുള്ളത് ഒഴിവാക്കി. അതേപോലെ തന്നെ എന്ത് ചെയ്തു, CGSTയും SGSTയും ഒക്കെ എന്ത് ചെയ്തു, എക്സ്ക്ലൂഡ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് നേരെ പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റിനേക്കാൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി കമ്പൽസറി ആയിട്ടും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റാണ് നോക്കുന്നത്. അപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 lakhനേക്കാൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു വ്യക്തിയുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 lakhനേക്കാൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്, രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി if the location of the business is located at ത്രിപുര, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഈ 4 സ്റ്റേറ്റിൽ ഏതൊക്കെയാണ്? ത്രിപുര, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 10 lakhനേക്കാൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ത്രിപുരയിലോ മണിപ്പൂരിലോ മിസോറാം, നാഗാലാൻഡിലോ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ടേൺ ഓവർ 10 lakhനേക്കാൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം, GSTയിൽ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇഫ് ലൊക്കേഷൻ ഓഫ് ബിസിനസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് മേഘാലയ, അരുണാചൽ പ്രദേശ്, തെലുങ്കാന, പുതുച്ചേരി, ഉത്തരാഖണ്ഡ്, സിക്കിം, അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 lakhൻ്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇഫ് ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ജമ്മു ആൻഡ് കാശ്മീർ, HP, ആസാം, HP മീൻസ് ഹിമാചൽ പ്രദേശ്, ആസാം ആൻഡ് അതർ സ്റ്റേറ്റ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ആസാം, ബാക്കി മറ്റുള്ള എല്ലാ സ്റ്റേറ്റിലും അവിടെ നോക്കുന്നത് എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് ഇൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്.
അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സർവീസ് അല്ല, ഏതാണ് ഗുഡ്സ് മാത്രം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിനുള്ളിൽ തന്നെ സപ്ലൈ ചെയ്യുന്നത് എന്ത് മാത്രമാണ് അവിടെ, ഗുഡ്സ് മാത്രമാണ് എങ്കിൽ ഓക്കെ, എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് എന്തിലാണ്, ഗുഡ്സിലാണ്, അതും എന്തിൽ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ് ₹40 lakh, അഗ്രിഗേറ്റ് ടേൺ ഓവർ 14 lakhനേക്കാൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഇനി മറ്റുള്ള കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സർവീസ് ഉണ്ട്, ഗുഡ്സും സർവീസും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണ്, 20 lakhനേക്കാൾ മുകളിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യൽ കമ്പൽസറിയാണ്. അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. നോർമലി 20 lakhൻ്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 lakhനേക്കാൾ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യൽ നിർബന്ധമാണ്. ഇനി ത്രിപുര, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 10 lakhനേക്കാൾ മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. ക്ലിയർ. അപ്പോൾ പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷനിൽ ഫസ്റ്റ് പേഴ്സണെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ്, എവരി പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ എക്സിസ്റ്റിംഗ് ലോ. ഈ പഴയ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ GST വരുന്നതിന് മുമ്പുള്ള ഇൻഡയറക്റ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയും GSTയിൽ രജിസ്റ്റർ ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാറ്റ് പ്രകാരം എന്ന് വെച്ചാൽ GST വരുന്നതിന് മുന്നേ ഏതായിരുന്നു, വാറ്റും എക്സൈസ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാറ്റ് പ്രകാരം വാറ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ GST വന്ന ഡേറ്റിൽ അഥവാ 1/7/2017 മുതൽ ആ വ്യക്തി അല്ലെങ്കിൽ എൻറ്റിറ്റി രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് ട്രാൻസ്ഫർ ചെയ്താൽ ആ ബിസിനസ് അല്ലെങ്കിൽ എൻറ്റിറ്റി ഒരു ടാക്സബിൾ പേഴ്സൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടാക്സബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതും എങ്ങനെയാണ് ചെയ്യുന്നത്, ഗോയിങ് കൺസേൺ പ്രകാരമാണ്. എന്ന് വെച്ചാൽ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്നാണോ ട്രാൻസ്ഫറിക്ക് ആ ബിസിനസ് കൈമാറുന്നത് അന്ന് മുതൽ ആ ട്രാൻസ്ഫറി രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ്. എ ലിമിറ്റഡിൻ്റെ ബിസിനസ് ബി ലിമിറ്റഡിന് ഗോയിങ് കൺസേൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എ ലിമിറ്റഡ് ട്രാൻസ്ഫററും ബി ലിമിറ്റഡ് ട്രാൻസ്ഫറിയുമാണ്. എ ലിമിറ്റഡ് ഓൾറെഡി ടാക്സബിൾ പേഴ്സൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ടാക്സബിൾ പേഴ്സൺ ആയിട്ടുള്ള എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിന് എന്നാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അന്ന് ആ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് മുതൽ ബി ലിമിറ്റഡ് രജിസ്ട്രേഷൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ക്ലിയർ. നെക്സ്റ്റ്, in case of a transfer on account of amalgamation or demerger of companies, the transferee shall be liable to be registered with effect from the date on which the certificate of incorporation is issued. ഇനി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് പ്രകാരമാണ്, അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമർജർ പ്രകാരമാണ് ആ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്കിൽ ട്രാൻസ്ഫറി എന്ത് ചെയ്യണം, ആ ട്രാൻസ്ഫറി GST രജിസ്ട്രേഷൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്നാണോ ROC സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ ട്രാൻസ്ഫറി GSTയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ക്ലിയർ. അപ്പോൾ നമ്മളിവിടെ 4 വ്യക്തികളെ പറഞ്ഞു. പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവറും അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റും.
രണ്ടാമത്തത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടാക്സ് ലോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തി GST പ്രകാരം രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ മൂന്നാമത്തത് ട്രാൻസ്ഫർ ഓഫ് ബിസിനസ്, അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ടാക്സിബിൾ പേഴ്സണ് വേറെ ആൾക്ക് ബിസിനസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നാണോ കൊടുക്കുന്നത് അന്ന് മുതൽ ആ കൊടുത്ത ആളും എന്ത് ചെയ്യണം, GST രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. ഇനി അമാൽഗമേഷൻ്റെ കേസിൽ അല്ലെങ്കിൽ ഡീമർജറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ എന്നാണോ അമാൽഗമേഷൻ നടന്നത് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തത് അതാണ് നോക്കുക. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്ത മുതൽ ട്രാൻസ്ഫർ GST രജിസ്ട്രേഷൻ ചെയ്യൽ കമ്പൽസറിയാണ്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്, ഈ വീഡിയോയിലെ ടോപ്പിക്ക് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോസ് എല്ലാം കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമൻറ്റും ലൈക്കൊക്കെ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.